Welcome to the new chapter of EC Learning, powered by Elegant Central. Please subscribe our channel, like, share, comment, and also enable the bell button to get the recent notifications. മാതൃസസ്യത്തിന്റെ എല്ലാ ഗുണങ്ങളുമുള്ള പുതിയ ചെടി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അതേതാണ് മാർഗം? ലെയറിംഗ് അഥവാ പതിവയ്ക്കൽ അല്ലേ? അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും അതുപോലെ തന്നെ അതെങ്ങനെയാണ് ലെയറിംഗ് ചെയ്യുക, പതിവയ്ക്കൽ എങ്ങനെ ചെയ്യുക, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഇനി രണ്ടാമത്തെ മാർഗമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് രണ്ടാമത്തെ മാർഗം? രണ്ടാമത്തെ മാർഗമാണ് ഗ്രാഫ്റ്റിംഗ് അഥവാ കൊമ്പ് ഒട്ടിക്കൽ. വാട്ട് ഈസ് ഗ്രാഫ്റ്റിംഗ്? എന്താണ് കൊമ്പൊട്ടിക്കൽ? ഗ്രാഫ്റ്റിംഗ് ഈസ് another method used to produce superior quality plantlets. അതായത് ഗുണമേന്മയുള്ള തൈകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു മാർഗമാണ് കൊമ്പൊട്ടിക്കൽ. ഒരേ വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ തണ്ടുകൾ പരസ്പരം ഒട്ടിച്ചു ചേർത്ത് ഗുണമേന്മയുള്ള സസ്യം ഉണ്ടാക്കുന്നു. Superior quality plantlets are produced by joining the stems of two plants of the same species. ഒന്നുകൂടി പറയാം. Superior quality plantlets are produced by joining കൂട്ടിച്ചേർക്കുക the stems of two plants of the same species. ഒരേ വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ തണ്ടുകൾ കൂട്ടിച്ചേർത്താണ് സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്സ് ഉണ്ടാക്കുന്നത്, ഗുണമേന്മയുള്ള ഒരു സസ്യം ഉണ്ടാക്കുന്നത്. ഇതാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഗ്രാഫ്റ്റിംഗുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. The rooted plant selected for grafting is called stalk. രണ്ട് സസ്യങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ട് ഇല്ലേ, പരസ്പരം ഒട്ടിച്ച് ചേർത്ത് ഒരേ വർഗത്തിൽപ്പെട്ട രണ്ട് സസ്യങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ട്. അതില് ഒട്ടിക്കലിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ സ്റ്റോക്ക് അഥവാ മൂലകാണ്ഡം എന്ന് പറയുന്നു. ഒട്ടിക്കലിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ സ്റ്റോക്ക് അഥവാ മൂലകാണ്ഡം എന്ന് പറയുന്നു. The rooted plant selected for grafting is called stalk. ചിത്രത്തിൽ കാണാം നിങ്ങൾക്ക് സ്റ്റോക്ക്, അതായത് ഒട്ടിക്കലിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയിട്ടുള്ള ചെടിയാണ് സ്റ്റോക്ക്. അടുത്തത് ഒട്ടിക്കുന്ന കൊമ്പിനെ നമ്മൾ ഇതിലേക്ക് ഒരു കൊമ്പ് ഒട്ടിച്ച് ചേർക്കുന്നുണ്ട്. ആ ഒട്ടിക്കുന്ന കൊമ്പിനെ പറയുന്ന പേരാണ് സയൻ അഥവാ ഒട്ടുകമ്പ്. The branch selected for grafting is called scion. The branch selected for grafting is called scion. നമ്മൾ ഒട്ടിക്കുന്ന കൊമ്പിനെ സയൻ എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ ഒട്ടിക്കലിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയാണ് സ്റ്റോക്ക്. വേരോട് കൂടിയ ചെടി സ്റ്റോക്ക്. ഒട്ടിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്ത വേരോട് കൂടിയ ചെടിയാണ് സ്റ്റോക്ക് അഥവാ മൂലകാണ്ഡം. ഒട്ടിക്കുന്ന കൊമ്പാണ് സയൻ. ഒട്ടിക്കുന്ന കൊമ്പ് സയൻ. ഓക്കെ. The rooted plant selected for grafting is called stalk and the branch selected for grafting is called scion. അപ്പോൾ ഗ്രാഫ്റ്റിംഗുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചത്? സയനും പഠിച്ചു, സ്റ്റോക്കും പഠിച്ചു. എന്താണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ വർഗത്തിൽപ്പെട്ട സെയിം സ്പീഷീസിൽപ്പെട്ട രണ്ട് പ്ലാന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യിക്കുക, കൂട്ടിച്ചേർക്കുക, അതിനെയാണ്. എന്നിട്ട് സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്ലെറ്റ്സ് പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കുക.
പുതിയ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നല്ല ഗുണമേന്മയുള്ള തൈച്ചെടികൾ ഉണ്ടാക്കുക. ഇതാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണയായിട്ട് ഗ്രാഫ്റ്റിംഗ് ചെയ്യാറുള്ളത് മാംഗോ, മാവിലും പ്ലാവിലൊക്കെ ചെയ്യാറുണ്ട്. മാവിൽ ഇപ്പം നമ്മൾ ഫോറിൻ മാംഗോ ട്രീസൊക്കെ, അതായത് നമ്മുടെ ക്ലൈമറ്റിനൊന്നും ചേരാത്ത കുറേ തരം മാമ്പഴങ്ങൾ നമ്മൾ മാർക്കറ്റിൽ കണ്ടിട്ടുണ്ടാവും. അതൊന്നും നമ്മുടെ ഇവിടെ നമ്മുടെ ക്ലൈമറ്റിനനുസരിച്ച് നമ്മുടെ മണ്ണിന് ചിലപ്പോൾ അതൊന്നും പിടിക്കില്ല. ആ മാവ് നമ്മുടെ മണ്ണിലൊന്നും പിടിച്ചെന്ന് വരില്ല. അപ്പോൾ ഗ്രാഫ്റ്റിങ്ങിലൂടെ നമുക്ക് ആ മാമ്പഴങ്ങൾ, നമുക്ക് ആ മാവിൽ നല്ല ഗുണമേന്മയുള്ള തൈച്ചെടികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതിനൊരു മാർഗമാണെന്ന് നമ്മൾ പഠിച്ചത് ഗ്രാഫ്റ്റിംഗ്. അതായത് നാടൻ മാവിൻ്റെ തൈയിൽ നീലം, മൽഗോവ തുടങ്ങിയ ഇനം മാവുകളുടെ കൊമ്പുകൾ ഒട്ടിക്കാറുണ്ട്. ഇതിൽ നാടൻ മാവിൻ്റെ തൈയാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്, അതായത് മൂലകാണ്ഡം. മൽഗോവ അല്ലെങ്കിൽ നീലം മാവുകളുടെ കൊമ്പാണ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്, ഒട്ടിക്കുന്ന കൊമ്പിനെയാണ് സയൻ എന്ന് പറയുന്നത്. അതായത് മൽഗോവ അല്ലെങ്കിൽ നീലം മാവുകളുടെ കൊമ്പാണ് ഇവിടെ സയനായിട്ട് നമ്മൾ എടുക്കുന്നത്. അല്ലേ, ഫോറിൻ മാംഗോ ട്രീസ് അത് നമ്മുടെ മണ്ണിൽ വളരണം. അത് നേരിട്ട് കൊണ്ട് നട്ട് കഴിഞ്ഞാൽ ഇത് വളരില്ല. അപ്പോൾ നമ്മുടെ നാടൻ മാവിൽ ഗ്രാഫ്റ്റിങ്ങിലൂടെ നല്ല തൈകൾ എങ്ങനെ ഉൽപ്പാദിപ്പിച്ചെടുക്കാം എന്നതാണ് നമ്മൾ കണ്ടത്. അതായത് ബ്രാഞ്ചസ് ഓഫ് മാംഗോ ട്രീസ് ലൈക്ക് നീലം, മൽഗോവ എക്സെട്ര ക്യാൻ ബി ഗ്രാഫ്റ്റഡ് ടു the plantlets of indigenous mango trees. Here, the plantlet of the indigenous mango tree, നാടൻ മാവ്, is the stalk. നാടൻ മാവിൻ്റെ വേരോട് കൂടിയ ചെടിയാണ് സ്റ്റോക്ക്. ഓക്കെ, ആൻഡ് the branch of Malgova is the scion. ഒട്ടിക്കുന്ന കമ്പാണ്, മൽഗോവയുടെ കമ്പാണ് ഇവിടെ സയൻ. ഓക്കെ, what are the പ്രൊസീജിയർ ഓഫ് ഗ്രാഫ്റ്റിംഗ്? എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ? എങ്ങനെ ഗ്രാഫ്റ്റിംഗ് ചെയ്യാം? അതിൻ്റെ സ്റ്റെപ്പ് വൈസ് ആയിട്ട് നമുക്ക് നോക്കാം. ഗ്രാഫ്റ്റിങ്ങിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് 1, peel off the bark from the facing sides of the both stalk and scion in 3.5 centimeter length. ഒന്നുകൂടി വായിക്കാം. Peel off the bark from the facing sides of the both stalk and scion in 3.5 centimeter length. അതായത് സൈഡിലും സ്റ്റോക്കിലും 3.5 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വശത്ത് നിന്ന് തൊലി ചെത്തി നീക്കുക. സൈഡിലും സ്റ്റോക്കിലും 3.5 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വശത്തു നിന്ന് തൊലി ചെത്തി നീക്കുക. സെക്കൻഡ് സ്റ്റെപ്പ്, ബ്രിങ് the peeled off portions of stalk and scion in contact with each other. Wrap them together firmly with a jute twine. അതായത് ഒട്ടിക്കേണ്ട കൊമ്പ് വളച്ചു വെച്ച് സ്റ്റോക്കിനോട് ചേർത്ത് വെക്കുക. സയണിലെയും സ്റ്റോക്കിലെയും മുറിപ്പാടുകൾ ചേർത്ത് വെച്ച് ചാക്കുനൂല് കൊണ്ട് വരിഞ്ഞു കെട്ടുക. ഒട്ടിക്കേണ്ട കൊമ്പ് വളച്ചു വെച്ച് സ്റ്റോക്കിനോട് ചേർത്ത് വെക്കുക. വളച്ചിട്ട് ഒട്ടിക്കേണ്ട കൊമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയനാണ്. സയൻ സ്റ്റോക്കിനോട് ചേർത്ത് വെക്കുക, വളച്ച് ചേർത്ത് വെക്കുക. സയണിലെയും സ്റ്റോക്കിലെയും മുറിപ്പാടുകൾ ചേർത്ത് വെച്ച്, വളച്ചു വെച്ചും അതിൻ്റെ മുറിപ്പാടുകൾ പരസ്പരം ചേർത്ത് വെച്ചും ചാക്കുനൂല് കൊണ്ട് നന്നായിട്ട് കെട്ടുക. ഓക്കെ, അതായത് ബ്രിങ് ദ പീൽഡ് ഓഫ് പോർഷൻസ് ഓഫ് സ്റ്റോക്ക് ആൻഡ് സയൻ ഇൻ കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ. ഒരു പരസ്പരം ചേർന്നിരിക്കണം അതിൻ്റെ മുറിപ്പാടുകൾ. റാപ്പ് ദം ടുഗദർ ഫേമിലി വിത്ത് എ ജൂട്ട് ടോയിൻ. ചാക്കുനൂലും കൊണ്ട് നന്നായിട്ട് കെട്ടിവെക്കുക.
Next step, step 3. Cover it with a wax cloth or a plastic tape. After 1 month, cut partially the stalk above the covered area and the cyan below. അതായത് മെഴുകുതുണിയോ പ്ലാസ്റ്റിക് നാടയോ ഉപയോഗിച്ച് നന്നായി പൊതിയുക. 1 മാസം കഴിയുമ്പോൾ കെട്ടിന് മുകളിൽ സ്റ്റോക്കും കെട്ടിന് താഴെ സയണും പകുതി മുറിക്കുക. കെട്ടിന് മുകളിൽ സ്റ്റോക്കും കെട്ടിന് താഴെ സയണും പകുതി മുറിക്കുക. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് അവിടെ ചിത്രത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സ്റ്റെപ്പ് 3 ചിത്രത്തിൽ കണ്ടു. സ്റ്റെപ്പിന് മുകളിൽ സ്റ്റോക്കും സ്റ്റെപ്പിന് താഴെ സൈണുമായിട്ട് 1 മാസം കഴിയുമ്പോൾ പകുതി മുറിക്കുക. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് 4. വെയിറ്റ് ഫോർ 1 month, 1 more month and cut and detach the part completely. When it attains proper growth, it can be replanted in a more suitable place. Remove any new branches sprouting on the stalk. അതായത് 1 മാസം കൂടി കഴിയുമ്പോൾ പൂർണ്ണമായിട്ടും അത് മുറിച്ചു മാറ്റുക. നമ്മൾ പകുതി മുറിച്ചാണ് വെച്ചിരുന്നത് അല്ലേ? സ്റ്റോക്കും അതായത് 1 മാസം കഴിയുമ്പോൾ കെട്ടിന് മുകളിലെ സ്റ്റോക്കും കെട്ടിന് താഴെ സൈണും കൂടിയിട്ട് പകുതി മുറിച്ചാണ് വെച്ചിരുന്നത്. അത് 1 മാസം കൂടി കഴിയുമ്പോൾ പൂർണ്ണമായിട്ടും മുറിച്ചു മാറ്റുക. ആ പകുതി മുറിച്ച് വെച്ചിരുന്ന ഭാഗം പൂർണ്ണമായിട്ടും മുറിച്ചു മാറ്റുക. നന്നായി വളരാൻ തുടങ്ങുമ്പോൾ, മുറിച്ചു മാറ്റിയതിനു ശേഷം നന്നായി വളരാൻ തുടങ്ങുമ്പോൾ അനുയോജ്യമായ സ്ഥലത്ത് നമുക്കത് നടാം. എന്നിട്ട് സ്റ്റോക്കിൽ നിന്ന് ശിഖരങ്ങൾ വളരുന്നുണ്ടെങ്കിൽ അവ മുറിച്ചു മാറ്റണം. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ബഡ്ഡിങ് അഥവാ മുകുളം ഒട്ടിക്കൽ. വാട്ട് ഈസ് ബഡ്ഡിങ്? In this method, a bud is grafted instead of grafting a branch to another plant. അതായത് ഈ പ്രവർത്തനത്തിൽ ഒരു ചെടിയിൽ മറ്റൊരു ചെടിയുടെ കൊമ്പ് ഒട്ടിക്കുന്നതിന് പകരം മുകുളമാണ്, ബഡ് ആണ് ഒട്ടിക്കുന്നത്. മുകുളം, അതാണ് മുകുളം ഒട്ടിക്കൽ അഥവാ ബഡ്ഡിങ് എന്ന് പറയുന്നത്. ഒരു പൂച്ചെടിയിൽ തന്നെ പല നിറം പൂക്കൾ ഉണ്ടാകുന്നതിന് നമുക്ക് ഈ രീതി അവലംബിക്കാം. അതുപോലെ തന്നെ നാടൻ ഇനങ്ങളിൽ മറ്റിനങ്ങളുടെ മുകുളങ്ങൾ വളർത്തിയെടുക്കുകയും ചെയ്യാം. This method can be used to produce flowers of different colors in the same plant. Buds of other varieties can be grown on indigenous varieties. Okay. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ആർ ദ പ്രൊസീജിയർ ഓഫ് ബഡ്ഡിങ്. എന്താണ് ബഡ്ഡിങ്ങിന്റെ പ്രൊസീജിയർ, എങ്ങനെ ബഡ്ഡിങ് ചെയ്യാം, അതാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. സ്റ്റെപ്പ് വൈസ് ആയിട്ടാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ കൊമ്പൊട്ടിക്കലൊക്കെ നോക്കിയില്ലേ സ്റ്റെപ്പ് വൈസ് ആയിട്ട്, അതുപോലെ സ്റ്റെപ്പ് വൈസ് ആയിട്ട് തന്നെ നമുക്ക് നോക്കി പോവാം. അപ്പോൾ നന്നായിട്ട് മനസ്സിലാവും. നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, കട്ട് ഓഫ് ദി ബഡ് ഫ്രം ക്വാളിറ്റി പ്ലാന്റ്. അതായത് ഗുണമേന്മയുള്ള നല്ല ഇനം ചെടിയിൽ നിന്ന് ഒരു ബഡ് അല്ലെങ്കിൽ ഒരു മുകുളം ചെത്തിയെടുക്കുക. ഓക്കെ, ചിത്രം ഒപ്പം നിങ്ങൾ നോക്കി പോകണം. അപ്പോൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. ക്വാളിറ്റി പ്ലാന്റിൽ നിന്ന് ഒരു ബഡ് അഥവാ മുകുളം ചെത്തിയെടുക്കുക. അതാണ് സ്റ്റെപ്പ് 1, കട്ട് ഓഫ് ദി ബഡ് ഫ്രം ക്വാളിറ്റി പ്ലാന്റ്. നെക്സ്റ്റ് സ്റ്റെപ്പ് 2, മേക്ക് എ T-shaped cut on the plant on which the bud is to be grafted and leave the bark open. ഒപ്പം നോക്കുക, ചിത്രത്തിൽ നോക്കുക. മേക്ക് എ T-shaped cut on the plant on which the bud is to be grafted.
അതായത് നമ്മൾ ഏത് ചെടിയിലാണോ മുകുളം ഒട്ടിക്കുന്നത് ആ ചെടിയിൽ ഒരു T ആകൃതിയിൽ ഒരു മുറിവുണ്ടാക്കുക. ആൻഡ് ലീവ് ദ ബാർക്ക് ഓപ്പൺ. എന്നിട്ട് ഈ തൊലി, മുറിവുണ്ടാക്കിയില്ല, ആ തൊലി അങ്ങോട്ട് വിടർത്തി വെക്കുക. ഓക്കെ. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇൻസേർട്ട് ദ ബഡ് ഇൻ ടു ദ T-shaped cut on the bark. അതായത് നമ്മൾ വിടർത്തി വെച്ചില്ലേ, ഏത് ചെടിയിലാണോ മുകുളം ഒട്ടിക്കുന്നത് അതിൽ ആ ബാർക്ക് T ആകൃതിയിൽ ഒരു മുറിവുണ്ടാക്കി അത് നന്നായിട്ട് വിടർത്തി വെക്കുക. ആ വിടർത്തി വെച്ച ഭാഗത്തേക്ക് നമ്മൾ ഈ മുകുളം നന്നായിട്ട് തിരികെ വെക്കുക. ഇൻസേർട്ട് ദ ബഡ് ഇൻ ടു ദ T-shaped cut on the bark. ഓക്കെ. നെക്സ്റ്റ്, റാപ്പ് ഇറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ ബഡ് ഈസ് എക്സ്പോസ്ഡ്. അതായത് ബഡ് പുറത്ത് കാണാത്ത വിധത്തിൽ നന്നായിട്ട് റാപ്പ് ചെയ്യുക, നന്നായിട്ട് നന്നായിട്ട് കെട്ടുക, നന്നായിട്ട് റാപ്പ് ചെയ്യും. ബഡ് പുറത്തേക്ക് കാണാൻ പാടില്ല, എക്സ്പോസ് ചെയ്യാൻ പാടില്ല. എന്നിട്ട് കാണാത്ത വിധം നന്നായിട്ട് റാപ്പ് ചെയ്യുക, കെട്ടിവെക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ്, കുറച്ച് കഴിയുമ്പോൾ ഈ ബഡ് വളരാൻ തുടങ്ങും. അപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബഡ് വളരാൻ തുടങ്ങുമ്പോൾ സ്റ്റോക്കിന്റെ മുകൾ ഭാഗം മുറിച്ചു മാറ്റാം. ചിത്രം നോക്കുക. കട്ട് ഓഫ് ദി അപ്പർ പാർട്ട് ഓഫ് ദി സ്റ്റോക്ക് വെൻ ദ ബഡ് അറ്റൈൻസ് പ്രോപ്പർ ഗ്രോത്ത്. ഇതാണ് 4 സ്റ്റെപ്പുകൾ. അപ്പൊ എന്തൊക്കെയാണ് 4 സ്റ്റെപ്പുകൾ ഒന്നുകൂടിയും പറയാം. നല്ല ഇനം ചെടിയിൽ നിന്ന് മുകുളം ചെത്തിയെടുക്കുക. മുകുളം ഒട്ടിക്കുന്ന ചെടിയിൽ T ആകൃതിയിൽ ഒരു മുറിവുണ്ടാക്കി അതിന്റെ തൊലി വിടർത്തി വെക്കുക. എന്നിട്ട് T ആകൃതിയിലുള്ള മുറിവിലെ തൊലിയിലേക്ക് ബഡ് നന്നായിട്ട് തിരികെ വെക്കുക. എന്നിട്ട് ഈ ബഡ് പുറത്ത് കാണാത്ത വിധം പൊതിഞ്ഞു കെട്ടുക. എന്നിട്ട് മുകുളം പുറത്ത് നന്നായി വളരാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്കിന്റെ മുകൾ ഭാഗം മുറിച്ചു മാറ്റാം. നമ്മൾ ഈ ബഡ് തിരികെ വെക്കില്ലേ, അതിന്റെ ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു T-shaped ആകൃതിയിൽ നമ്മൾ ഒരു മുറിവുണ്ടാക്കിയിട്ട് ആ തൊലി വിടർത്തിയിട്ട് അതിൽ ബഡ് കയറ്റി വെച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇത് നന്നായിട്ട് റാപ്പ് ചെയ്യുക. നമ്മൾ 3 മെത്തേഡുകൾ പഠിച്ചു ഇല്ലേ? ഏതൊക്കെയാണ്? ലെയറിങ് പഠിച്ചു, പതിവെക്കല്, അതുപോലെ കൊമ്പൊട്ടിക്കൽ അഥവാ ഗ്രാഫ്റ്റിംഗ്, മുകുളം ഒട്ടിക്കൽ അഥവാ ബഡിങ്. 3 മെത്തേഡുകൾ പഠിച്ചു. ഈ 3 മെത്തേഡുകളും വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിൽ പെടുന്നവയാണ്. കാരണം എന്താ? ചെടിയുടെ വിവിധ ഭാഗങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കുന്നത്, അല്ലേ? അപ്പൊ ഇത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വിഭാഗത്തിൽ പെടുന്നതാണ്. ഓക്കെ. എന്നാൽ നമുക്കിതുപോലെ മികച്ച വിത്ത് നിർമ്മിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അതാണ് നമ്മുടെ അടുത്ത പ്രവർത്തനം. ഇവിടെ 2 ഇനത്തിൽപ്പെട്ട വിളയുടെ ഗുണങ്ങളും ദോഷങ്ങളും ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ നോക്കുക. വെറൈറ്റി 1, ലോങ് ലൈഫ് സ്പാൻ, ലോ ഈൽഡ്, ആക്റ്റീവ് ഗ്രോത്ത് ഇൻ അവർ സോയിൽ, ഹൈ റെസിസ്റ്റന്റ് ടു ഡിസീസ്, നീഡ്സ് ലെസ് നർച്ചറിങ്. അതുപോലെ വെറൈറ്റി 2-ല് ഷോർട്ട് ലൈഫ് സ്പാൻ, ഹൈ ഈൽഡ്, പുവർ ഗ്രോത്ത് ഇൻ അവർ സോയിൽ, ലോ റെസിസ്റ്റന്റ് ടു ഡിസീസ്, നീഡ്സ് മോർ നർച്ചറിങ്. അങ്ങനെ ഗുണങ്ങളും ദോഷങ്ങളും 2 ഇനത്തിൽപ്പെട്ട ക്രോപ്പിന്റെ നമുക്ക് കണ്ടു. ഇനി ഇവയ്ക്കൊന്ന് നോക്കിയിട്ട് ഗുണങ്ങളുള്ള നല്ല ഒരു തൈച്ചെടി എങ്ങനെ നിർമ്മിക്കാം എന്നൊന്ന് നോക്കാം. അതായത് ഒരു ക്രോപ്പിന്റെ വിവിധ ഇനങ്ങളിലെ ഗുണങ്ങളെ ചേർത്ത് എങ്ങനെ ഒരു തൈച്ചെടി നിർമ്മിക്കാം. വിവിധ വെറൈറ്റിയിലുള്ള ക്രോപ്പിന്റെ ക്വാളിറ്റീസ് ഒക്കെ ചേർത്ത് ഹൗ ടു പ്രൊഡ്യൂസ് ഗുഡ് സാപ്ലിങ്സ്, പുതിയ തൈച്ചെടി എങ്ങനെ നിർമ്മിക്കാമെന്ന് നോക്കാം. ഈ ചിത്രങ്ങൾ 2 നോക്കിക്കേ. 2 തെങ്ങുകളാണ് അല്ലേ ഇവിടെ നിൽക്കുന്നത്. ഒരെണ്ണം ടോൾ വെറൈറ്റി, ഒരെണ്ണം ഷോർട്ട് വെറൈറ്റി കോക്കനട്ട് ട്രീകളാണ് തന്നിരിക്കുന്നത്. ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതും, ടോൾ ആൻഡ് ഡ്വാർഫ് വെറൈറ്റീസ്.
ഇതിൽ ടോൾ വെറൈറ്റിയുടെയും ഡ്വാർഫ് വെറൈറ്റിയുടെയും ഗുണങ്ങൾ ചേർത്ത് എങ്ങനെ പുതിയ വിത്ത് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും? ടോൾ വെറൈറ്റിയുടെയും ഡ്വാർഫ് വെറൈറ്റിയുടെയും ക്വാളിറ്റീസ് ചേർത്തിട്ട് എങ്ങനെ ഗുഡ് സാപ്ലിങ്സ് ഉൽപ്പാദിപ്പിക്കാം, പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് നോക്കാം. അവയ്ക്ക് എന്തൊക്കെ സവിശേഷതകൾ ഉണ്ടാകും എന്നൊക്കെ നമുക്ക് നോക്കാം. ഇങ്ങനെ ഹൈ ക്വാളിറ്റി സീഡ് നിർമ്മിക്കാൻ അവലംബിക്കുന്ന രീതിയാണ് ഹൈബ്രിഡൈസേഷൻ. അതായത് ടോൾ വെറൈറ്റിയുടെയും ഡ്വാർഫ് വെറൈറ്റിയുടെയും ഒക്കെ ഗുണങ്ങളൊക്കെ ചേർത്ത് വെച്ചിട്ട് ന്യൂ സീഡ് എങ്ങനെ നമുക്ക് നിർമ്മിക്കാം, ഉൽപ്പാദിപ്പിക്കാം, എന്ത് മെത്തേഡാണ് ഇതിന് ഉപയോഗിക്കുന്നത്, ആ മെത്തേഡിനെ പറയുന്ന പേരാണ് ഹൈബ്രിഡൈസേഷൻ അഥവാ വർഗസങ്കരണം. വാട്ട് ഈസ് ഹൈബ്രിഡൈസേഷൻ? എന്താണ് വർഗസങ്കരണം? Hybridization is the method of producing new seeds through artificial pollination between plants of the same species but of different characteristics. അതായത് ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളുള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം അഥവാ ഹൈബ്രിഡൈസേഷൻ. ഒന്നും കൂടി പറയാം. Hybridization is the method of producing new seeds through artificial pollination between plants of the same species but of different characteristics. അതായത് ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായ ചെടികളിൽ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം അഥവാ ഹൈബ്രിഡൈസേഷൻ. ഓക്കെ. സീഡ്സ് ഫോം ഇൻ ദിസ് മാനർ may combine advantages, disadvantages and mixed qualities of both of parent plants. അതായത് ഇങ്ങനെ ഉണ്ടാവുന്ന വിത്തുകളിൽ രണ്ടിൻ്റെയും ഗുണങ്ങളുള്ളവയും ദോഷങ്ങളുള്ളവയും സമ്മിശ്ര ഗുണങ്ങൾ ഉള്ളവയും ഉണ്ടാകാം. അതായത് ഒരേ വർഗത്തിൽപ്പെട്ട രണ്ട് സ്വഭാവ സവിശേഷതകളുള്ള, അതായത് വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളുള്ള ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം. അപ്പം അതിൽ രണ്ടിൻ്റെയും ഗുണങ്ങളുള്ളതും ഉണ്ടാവും, രണ്ടിൻ്റെയും ദോഷങ്ങളുള്ളതും ഉണ്ടാവും, രണ്ടും കൂടി സമ്മിശ്ര ഗുണങ്ങളുള്ളവയും ഉണ്ടാകാം. ഇതിൽ അനുഗുണമായ വിത്തുകളാണ് തിരഞ്ഞെടുക്കുക. അതായത് സീഡ്സ് വിത്ത് ഡിസയേർഡ് ക്വാളിറ്റീസ് ആർ സെലക്ടഡ് ഫ്രം ദീസ്. ഇതിൽ നിന്ന് നല്ല ഗുണമുള്ള വിത്തുകളാണ് നമ്മൾ, അനുഗുണമായ വിത്തുകളാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ വർഗസങ്കരണം എന്താണെന്ന് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ്, ഇതുപോലെ വർഗസങ്കരണം നമുക്ക് തെങ്ങിലും അതുപോലെ തന്നെ പച്ചക്കറിയിലും നെല്ലിലൊക്കെ നടത്താൻ സാധിക്കും. അങ്ങനെ ഹൈബ്രിഡ് വെറൈറ്റീസ് ഉള്ള തെങ്ങിന്റെ പേരുകളാണ് താഴെ തന്നിരിക്കുന്നത്. ഹൈബ്രിഡ് വെറൈറ്റീസ് ഓഫ് കോക്കനട്ട് ട്രീ. ചന്ദ്രലക്ഷ, ചിത്രത്തിൽ ചന്ദ്രശങ്കര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തെങ്ങിന്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് വിളവ് കണ്ടില്ലേ? അപ്പോൾ അതുപോലെ ഷോർട്ട്, അതായത് ടോൾ വെറൈറ്റിയും ഡ്വാർഫ് വെറൈറ്റിയും കൂടി ചേർന്ന് ഉള്ള ഒരു ഹൈബ്രിഡ് വെറൈറ്റി, അതാണ് കോക്കനട്ട് ട്രീയിലുള്ള ചന്ദ്രലക്ഷ. ഓക്കെ, ചന്ദ്രലക്ഷ. അതായത് ചന്ദ്രലക്ഷ ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും, ലക്ഷദ്വീപ് ഓർഡിനറി ടോളും അതുപോലെ ചാവക്കാട് ഓർഡിനറി ഡ്വാർഫും ആയിട്ടുള്ള തെങ്ങുകൾ തമ്മിലുള്ള വർഗസങ്കരണം ഹൈബ്രിഡൈസേഷൻ നടത്തിയിട്ടുള്ള ചന്ദ്രലക്ഷ എന്ന ഒരു വിത്താണ് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്. അതുപോലെ ചന്ദ്രശങ്കര, അതാണ് അവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്.
ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളും, ഡ്വാർഫ് ആൻഡ് ടോൾ വെറൈറ്റി. ലക്ഷഗംഗയുണ്ട്, ലക്ഷദ്വീപ് ഓർഡിനറി, ഗംഗബോന്തം എന്ന ടോൾ ആൻഡ് ഡ്വാർഫ് വെറൈറ്റീസ് കൂടി കമ്പൈൻ ചെയ്തിട്ട്. ഓക്കെ, അതുപോലെ തന്നെ പച്ചക്കറിയിലും നെല്ലും തുടങ്ങിയവയിലും ഇതുപോലെ വിത്തുകൾ ഹൈബ്രിഡൈസേഷൻ നടത്തിയിട്ട് ഉൽപ്പാദിപ്പിക്കാറുണ്ട്. ഈ നെല്ലില് വരുന്ന വെറൈറ്റീസ് ആണ് പവിത്ര, അന്നപൂർണ, ഹ്രസ്വ. പവിത്രയാണ് ഇവിടെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ വർഗ്ഗസങ്കരണം നടത്തി ഹൈബ്രിഡൈസേഷൻ നടത്തിയിട്ടുള്ള ന്യൂ ഹൈബ്രിഡ് സീഡ്സ് ആണിത്. പവിത്ര, അന്നപൂർണ, ഹ്രസ്വ അതൊക്കെയാണ് പാഡി നെല്ലിൽ വരുന്ന ഹൈബ്രിഡ് വെറൈറ്റീസ്. അതുപോലെ പയറിൽ വരുന്നതാണ് ലോല, മല്ലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക എന്നിവയൊക്കെ. അതുപോലെ ഗ്രീൻ ചില്ലിയിൽ വരുന്നതാണ് ഉജ്ജ്വല, ജ്വാലമുഖി, അനുഗ്രഹ എന്നിവ. അതുപോലെ ലേഡീസ് ഫിംഗർ വെണ്ടക്കയിൽ വരുന്നതാണ് കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി എന്നിവ. കണ്ടില്ലേ, നമുക്ക് ആ ചിത്രം കണ്ടാൽ തന്നെ അറിയാം. നോക്കിക്കേ, നല്ലതാണല്ലേ, നല്ല വിളവ്, നല്ല വലുപ്പത്തിലുള്ള വെണ്ടയ്ക്കകളൊക്കെ കിട്ടുന്നത് അല്ലേ. അതായത് നമുക്ക് നല്ല രണ്ടിനത്തിൽപ്പെട്ട സസ്യങ്ങൾ അല്ലേ, ഒരേ വർഗത്തിൽപ്പെട്ട വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളുള്ള ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തിയിട്ട് നല്ല വിത്ത് ഉൽപ്പാദിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലതായിട്ട് നമുക്ക് ഇപ്പോൾ തെങ്ങൊക്കെ ആണെങ്കിൽ നമുക്ക് മുകളിലൊക്കെ കയറി തേങ്ങയിടാൻ പറ്റാത്ത ഒരു കാലമാണിപ്പോൾ. അപ്പോൾ നമ്മൾ ഹൈബ്രിഡ് വെറൈറ്റീസിലേക്കാണ് എല്ലാവരും പോകുന്നത്. അതായത് വളരെ ഡ്വാർഫായിട്ടുള്ള നമുക്ക് തന്നെ തേങ്ങ പറിക്കാൻ പറ്റുന്ന നല്ലോണം വിളവ് ലഭിക്കുന്ന തെങ്ങുകൾ അല്ലേ. അതൊക്കെ ന്യൂ ടെക്നോളജീസ് ആണ്, അതായത് മോഡേൺ ടെക്നിക്കാണ് ഇതൊക്കെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഫോർ പ്രൊഡ്യൂസിങ് ക്വാളിറ്റി സീഡ്സ്. ഓക്കെ, അതുപോലെ തന്നെ വരുന്നതാണ് ബ്രിഞ്ചാൾ, വഴുതനങ്ങയിൽ വരുന്ന ഹൈബ്രിഡ് സീഡ്സ് ആണ് സൂര്യ, ശ്വേത, ഹരിത, നീലിമ എന്നിവ. അതുപോലെ ടൊമാറ്റോയിൽ വരുന്നതാണ് മുക്തി, അനഘ, അക്ഷയ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? ഗ്രാഫ്റ്റിംഗ് പഠിച്ചു. എന്താണ് ഗ്രാഫ്റ്റിംഗ്? ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ superior quality plantlets are produced by joining the stems of two plants of the same species. Okay, അതുപോലെ സ്റ്റോക്ക് എന്താണെന്ന് പഠിച്ചു. The rooted plant selected for grafting is called stalk. എന്താണ് സയൻ? The branch selected for grafting is called scion. നെക്സ്റ്റ് നമ്മൾ പ്രൊസീജിയർ പഠിച്ചു. 4 സ്റ്റെപ്പ് ഉണ്ടെന്ന് കണ്ടു ഗ്രാഫ്റ്റിങ്ങിൽ. അതുപോലെ തന്നെ ബഡ്ഡിങ് എന്താണെന്ന് പഠിച്ചു. എന്താണ് ബഡ്ഡിങ്? In this method, the bud is grafted instead of grafting a branch to another plant. This method can be used to produce flowers of different colors in the same plant. അതുപോലെ ബഡ്ഡിങ്ങിന്റെ പ്രൊസീജിയർ പഠിച്ചു. അതുപോലെ തന്നെ ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് പഠിച്ചു. എന്താണ് ഹൈബ്രിഡൈസേഷൻ? ഹൈബ്രിഡൈസേഷൻ ഈസ് ദ മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് ന്യൂ സീഡ്സ് ത്രൂ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ബിറ്റ്വീൻ പ്ലാന്റ്സ് ഓഫ് ദി സെയിം സ്പീഷീസ് ബട്ട് ഓഫ് ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. അതുപോലെ ഹൈബ്രിഡ് വെറൈറ്റീസ് എന്തൊക്കെയാണ്? ഹൈബ്രിഡ് വെറൈറ്റീസ് വരുന്നത് കോക്കനട്ട് ട്രീൻ്റെ ഹൈബ്രിഡ് വെറൈറ്റീസ്, പാഡി, പീ, ഗ്രീൻ ചില്ലി, ലേഡീസ് ഫിംഗർ, ബ്രിഞ്ചാൾ, ടൊമാറ്റോ എന്നിവയുടെയൊക്കെ ഹൈബ്രിഡ് വെറൈറ്റീസ് എന്തൊക്കെയാണെന്നും നമ്മൾ പഠിച്ചു. ഓക്കെ, താങ്ക് യു. Please subscribe our channel, like, share, comment, and also enable the bell button to get the recent notifications.